വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബയോളജിയിലെ ലാസ്റ്റ് 5 ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ്. നമുക്കറിയാം എക്സാം അടുത്തിരിക്കുന്നുണ്ട്, എല്ലാവരും കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടാവും അത്യാവശ്യം കാര്യങ്ങളൊക്കെ. എന്നിരുന്നാലും ലാസ്റ്റ് 5 ഇയർ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി പോകുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. എല്ലാ വർഷവും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് നോക്കി പോകണം. അതെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നും കൂടെ നിങ്ങൾ പഠിക്കണം. അത് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ കൂടെ നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കുമ്പോൾ അത് ആ കാര്യങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്തിട്ട് ബാക്കിയുള്ളതിലോട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ആൻസർ ചെയ്യാനിരിക്കാം. നിങ്ങൾക്ക് ഇതിന്ന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യാം. സോ എല്ലാവരും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് നോക്കി പോകണം. എല്ലാ ചാപ്റ്ററിൻ്റെയും എല്ലാ സബ്ജക്റ്റിൻ്റെയും നിങ്ങൾ നോക്കി പോകണം. നമുക്ക് തുടങ്ങാം. നമ്മൾ ഫസ്റ്റ് നോക്കുന്ന ചാപ്റ്റർ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് ആണ്. ഓക്കെ, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന +1 ചാപ്റ്ററിലെ +1 ബയോളജി ചാപ്റ്ററിൽ നമുക്ക് ഇതിന്ന് ലാസ്റ്റ് 5 ഇയർ ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് 2021 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യം സിമ്പിളാണ്. നോക്കുക, മൈറ്റോകോൺട്രിയ ഈസ് നോൺ ആസ് ദി പവർ ഹൗസ് ഓഫ് ദി സെൽ. വൈ? നോക്കുക, ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എല്ലാവരും എഴുതും ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസ് ATP. അത് വെച്ചിട്ട് അവസാനിപ്പിക്കും. പക്ഷേ ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിൻ്റെ ചോദ്യം ആകുമ്പോൾ അതിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ ആൻസർ ചെയ്യാൻ പഠിക്കണം. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ 2021 ചോദിച്ചിരിക്കുന്നതാണ് വൈ മൈറ്റോകോൺട്രിയ ഈസ് നോൺ ആസ് ദി പവർ ഹൗസ് ഓഫ് ദി സെൽ. നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, എന്നാലും ഈ രീതിയിൽ എഴുതാൻ പഠിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് ദി സെൽ. എന്തുകൊണ്ടാണ് മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് ദി സെൽ എന്ന് പറയുന്നത്? നമുക്കറിയാം പവർ ഹൗസ് എന്ന് പറയുമ്പോൾ എന്താ, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്ലേസിനെയാണ് പവർ ഹൗസ് എന്ന് പറയുന്നത്. സെയിം തന്നെ നമ്മുടെ സെല്ലിൽ എനർജി ഉണ്ടാക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. എങ്ങനെയാണ് എനർജി ഉണ്ടാക്കുന്നത്? ഈ മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? എയ്റോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. ഏതാണ് എയ്റോബിക് റെസ്പിറേഷൻ? നമ്മൾ ഓൾറെഡി റെസ്പിറേഷൻ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. ഏതൊക്കെ? ക്രെബ്സ് സൈക്കിള്, അതുപോലെ തന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ എയ്റോബിക് റെസ്പിറേഷൻ്റെ പാർട്ടാണ്. എയ്റോബിക് റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ടുള്ള റെസ്പിറേഷനാണ്. സോ നമ്മുടെ പ്ലാന്റിൽ, നമ്മുടെ സെല്ലിൽ എയ്റോബിക് റെസ്പിറേഷൻ നടക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എയ്റോബിക് റെസ്പിറേഷൻ നടന്നാൽ ഉണ്ടാവുന്ന സംഭവമാണ് ATP എന്ന് പറയുന്നത്. ATPൻ്റെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാലോ, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഈ ATP ആണ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? എനർജി ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ATP ആണ് എനർജി ആയിട്ട് എല്ലാ സെല്ലുലാർ ആക്ടിവിറ്റീസിനും ഉപയോഗിക്കുന്നത്. സോ ഇതുകൊണ്ടാണ് എന്ത് പറയുന്നത്, മൈറ്റോകോൺട്രിയയെ പവർ ഹൗസ് ഓഫ് ദി സെൽ എന്ന് പറയുന്നത്. സോ നമ്മൾ സിമ്പിളായിട്ട് ഇറ്റ് പ്രൊഡ്യൂസ് ATP എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫുൾ മാർക്ക് കിട്ടില്ല, ബിക്കോസ് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ, ബിക്കോസ് മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് ദി സെൽ എന്ന് പറയാൻ കാരണം ബിക്കോസ് ഇറ്റ് ഈസ് ദി പ്ലേസ് ഓഫ് എയ്റോബിക് റെസ്പിറേഷൻ. ഇറ്റ് ഈസ് ദി പ്ലേസ് ഓഫ് എയ്റോബിക് റെസ്പിറേഷൻ. എയ്റോബിക് റെസ്പിറേഷൻ നടക്കുന്ന സ്ഥലമാണ് ഏത്? മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. ഓക്കെ, എയ്റോബിക് റെസ്പിറേഷൻ നടന്നാൽ എന്ത് നടക്കും? ദാറ്റ് പ്രൊഡ്യൂസ് ATP. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സംഭവം തന്നെയാണ് ദാറ്റ് പ്രൊഡ്യൂസ് ATP. ATPൻ്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഞാനിവിടെ വേണമെങ്കിൽ എഴുതാം, അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ്. നമുക്ക് ഏതാ ചോദിക്കാന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇതൊക്കെ നമ്മുടെ +1 ബയോളജിയിലുണ്ട്. അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ് ഫുൾ ഫോം എഴുതാൻ ചോദിക്കലുണ്ട് കേട്ടോ എക്സാമിന്. PPLO അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ്. So it is a place of aerobic respiration that produce ATP. This ATP is used as, ഈ ATP ആണ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? This ATP is used as energy for cellular activities. സെല്ലിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനും വേണ്ട എനർജി ഉപയോഗിക്കുന്നത് ഈ ATP വഴിയാണ്. അതുകൊണ്ടാണ് മൈറ്റോകോൺട്രിയനെ എന്ത് പറയാൻ കാരണം? പവർ ഹൗസ് ഓഫ് ദി സെൽ എന്ന് പറയാൻ കാരണം. സോ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്.
വെറുതെ ATP എന്ന് പറഞ്ഞ് എഴുതിയിട്ട് പോരരുത്, 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ എഴുതാൻ പഠിക്കണം. 2 മാർക്കിന് ചോദിക്കുമ്പോൾ മിനിമം ഒരു 2 പോയിന്റെങ്കിലും നിങ്ങൾ എഴുതണം. സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. സോ നമ്മൾ പുറത്തുനിന്നൊന്നുമല്ല, ഇത് എഴുതുക തന്നെ വേണം. ഇറ്റ് ഈസ് ദി പ്ലേസ് ഓഫ് സൈറ്റ് അല്ലെങ്കിൽ പ്ലേസ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ. ഈ എയറോബിക് റെസ്പിറേഷൻ വഴി എന്തുണ്ടാവും? ATP ഉണ്ടാവും. ആ ATP എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? എനർജി ഫോർ സെല്ലുലാർ ആക്ടിവിറ്റീസ്. That's why mitochondria is called powerhouse of the cell. ഇനി ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക, ഇതിന്റെ കൂടെ ATPനെ പറയുന്ന മറ്റൊരു പേരാണ്, നമ്മൾ മൈറ്റോകോൺട്രിയനെ പവർ ഹൗസ് ഓഫ് ദി സെൽ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ATPയെ പറയുന്ന മറ്റൊരു പേരാണ് എനർജി കറൻസി ഓഫ് ദി സെൽ. എനർജി കറൻസി ഓഫ് ദി സെൽ. സെല്ലിലെ എനർജി എന്ന് പറയുന്നത്, അതായത് എനർജി കറൻസി എന്ന് പറയുന്നത് ഏതാണ്? ATP ആണ്. മാറിപ്പോ പഠിക്കണം. ഇത് അത്ര എക്സാമിന് എഴുതണമെന്നില്ല, പക്ഷെ നിങ്ങൾ ഓർത്തു വെക്കുക, എനർജി കറൻസി എന്ന് പറയുന്നത് ATP ആണ്. സോ ഈ ഒരു ചോദ്യത്തിന് ഈ രീതിയിലെങ്കിലും നമ്മൾ ആൻസർ ചെയ്യാൻ പഠിക്കണം. അടുത്ത ചോദ്യം നോക്കാം ഇതിന്ന്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് എനി 2 ഫംഗ്ഷൻ ഓഫ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ്റെ ഏതെങ്കിലും 2 ഫംഗ്ഷൻ എഴുതാം. സിമ്പിൾ കാര്യമാണ്. സെൽ മെംബ്രെയിൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, വാട്ട് ആർ ദ 2 ഫങ്ഷൻസ് ഓഫ് സെൽ മെംബ്രെയിൻ? സെൽ മെംബ്രെയിൻ്റെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് മാത്രം നോക്കാം, വേറെ ഓരോ വർഷം ചോദിക്കുന്നത് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. സെൽ മെംബ്രെയിൻ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഒരു 3 ഫങ്ഷൻസ് എങ്കിലും പഠിച്ചു വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഫസ്റ്റ്, ദേ ഹെൽപ്സ് ഇൻ പ്രൊട്ടക്ഷൻ. നമുക്കറിയാം സെൽ മെംബ്രെയിൻ, സെൽ വോൾ ഇതൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ഏത്? സെല്ലിന്. കാരണം ഔട്ടർ കവറിങ് ആണ്. ഓക്കെ, നമുക്കറിയാം സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ സെല്ലിൻ്റെ എല്ലാ ഓർഗനൽസും കവർ ചെയ്തിട്ടുള്ള ഒരു പ്ലാസ്മ മെംബ്രെയിൻ ആണ് ഈ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. പ്ലാന്റിലാണെങ്കിൽ സെൽ മെംബ്രെയിൻ്റെ പുറമേ ഒരു സെൽ വോളും ഉണ്ടാവും. സോ സെൽ മെംബ്രെയിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൊട്ടക്ഷൻ. സെക്കൻഡ് എന്ന് പറയുന്നത് ദേ ആർ സെലക്റ്റീവ്ലി പെർമിയബിൾ. എന്താണ് സെലക്റ്റീവ്ലി പെർമിയബിൾ? സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറയുമ്പോൾ ആ പേര് തന്നെയുണ്ട്, ഇവരെ എല്ലാ വസ്തുക്കളെയും കടത്തിവിടില്ല. സെലക്ട് ചെയ്തിട്ട് സെല്ലിന് ആവശ്യമുള്ള വസ്തുക്കളെ മാത്രം കടത്തിവിടും. സോ ദേ ആർ കോൾഡ് സെലക്റ്റീവ്ലി പെർമിയബിൾ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ദേ ഹെൽപ്സ് ഇൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പാസീവ് ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എനർജി ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രാൻസ്പോർട്ട്. ദേ ഹെൽപ്സ് ഇൻ പാസീവ് ട്രാൻസ്പോർട്ട്. അതുപോലെ തന്നെ സെൽ മെംബ്രെയിൻ ഹെൽപ്സ് ഇൻ ഓസ്മോസിസ്, ഡിഫ്യൂഷൻ. ഇത്രയൊന്നും വേണ്ട കേട്ടോ, ഒരു 2-3 ഫംഗ്ഷൻ പഠിച്ചു വെച്ചാൽ മതി. സെൽ മെംബ്രെയിനെ കുറിച്ച് ചോദിക്കുമ്പോഴും താഴെ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് അത് നോട്ട് ചെയ്ത് വെക്കുക. സോ ഇത്രയൊക്കെ മതി. ദേ ഹെൽപ്സ് ഇൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൊട്ടക്ഷൻ, സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പാസീവ് ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ആൻഡ് ഓൾസോ ഒരു പോയിന്റ് കൂടി പഠിച്ചോ, ദേ ഹെൽപ്സ് ഇൻ സെക്രീഷൻ. അതുപോലെ അതിന് വേണ്ടിയിട്ടും പ്ലാസ്മ മെംബ്രെയിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ പ്ലാസ്മ മെംബ്രെയിൻ്റെ നമ്മൾ 2 ഫംഗ്ഷനാണ് എക്സാമിന് ചോദിച്ചത്. നമ്മൾ 7 ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇതെല്ലാം പഠിക്കുമ്പോൾ എക്സാമിൻ്റെ സമയത്ത് ഒരു 3 എങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓർമ്മ ഉണ്ടാവും. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 2021 ചോദിച്ചിരിക്കുന്ന ഈ നമ്മുടെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് ചോദിച്ചിരിക്കുന്ന വേറൊരു ചോദ്യമാണ്. നോക്കാം. റൈറ്റ് എനി 2 ഫങ്ഷൻസ് ഓഫ് മീസോസോം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് എനി 2 ഫങ്ഷൻസ് ഓഫ് മീസോസോം. മീസോസോം നമ്മൾ വിട്ടുപോകുന്ന ഒരു പോർഷനാണ്, കാരണം ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നതാണ്. പക്ഷേ 2 മാർക്കിന് ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നോക്കിയാലോ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ 2 ഫങ്ഷൻസ് ഓഫ് മീസോസോം? സോ ഇത് നോക്കുക. ആദ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മീസോസോംസിൻ്റെ 2 ഫംഗ്ഷനാണ് ചോദിച്ചത്. ഫസ്റ്റ് നമുക്ക് മീസോസോം എന്താണെന്ന് നോക്കാം. മീസോസോംസ് എന്ന് പറയുന്നത് പ്രോകാരിയോട്ടിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ് മീസോസോം. ഓക്കെ, യൂകാരിയോട്ടിലല്ല, പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ് മീസോസോംസ് എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ പ്രോകാരിയോട്ടിൻ്റെ സെൽ മെംബ്രെയിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ ഇവരുടെ സെൽ മെംബ്രെയിൻ ആണെങ്കിൽ നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ, ഈ സെൽ മെംബ്രെയിനിൽ കാണുന്ന ഇൻഫോൾഡിങ്സിനെയാണ് മീസോസോംസ് എന്ന് പറയുന്നത്. അതായത് സെല്ലിൻ്റെ അകത്തോട്ട്,
അതാ സൈറ്റോപ്ലാസം, ഈ ഭാഗത്തോട്ട് കാണുന്ന ഈ സെൽ മെംബ്രെയിൻ, ഇതാണ് സെൽ മെംബ്രെയിൻ, ഇത് പ്ലാസ്മ മെംബ്രെയിൻ ഓർ സെൽ മെംബ്രെയിൻ നോക്കുക. ഇതിന്റെ അകത്തോട്ട് കാണുന്ന ഈ എക്സ്റ്റൻഷനെയാണ് മീസോസോംസ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രക്ചറാണ് മീസോസോം. ഓക്കെ, അപ്പോൾ പ്രൊകാരിയോട്ടിക്കിൽ കാണുന്ന സെൽ മെംബ്രെയിൻ്റെ ഇൻഫോൾഡിങ്സ് എന്ന് പറയും. ഇൻഫോൾഡിങ്സ് എന്ന് പറയുമ്പോൾ അകത്തോട്ട് കാണുന്ന ഫോൾഡിങ്ങിനെയാണ് മീസോസോംസ് എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ ഇതുപോലെ വെസിക്കുലാർ ഷേപ്പിലായിരിക്കാം, ഇങ്ങനെ വെസിക്കിൾസ് പോലെ ആയിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ദിസ് മേ ബി ട്യൂബുലാർ, ഇതിങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇതൊരു ലാമെല്ലാർ പോലെ ഇങ്ങനെ ഉണ്ടാവും, കുറേ ഇങ്ങനെ ഈ ഒരു സ്ട്രക്ചറിൽ. സോ ദിസ് മേ ബി വെസിക്കുലാർ, ഇത് ചിലപ്പോൾ വെസിക്കുലാർ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക, ഓർ ട്യൂബുലാർ ആയിട്ടുണ്ടാവും, ഓർ ലാമെല്ലാർ, ഇതിലേതെങ്കിലൊക്കെ ഷേപ്പിൽ ഇതുണ്ടാവും. ഓക്കെ, സോ മീസോസോംസ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. പ്രൊകാരിയോട്ടിക് ഓർഗാനിസത്തിൽ സെൽ മെംബ്രെയിൻ, സെല്ലിന്റെ അകത്തോട്ട് കാണിക്കുന്ന ഇൻഫോൾഡിങ്സിനെയാണ് മീസോസോംസ് എന്ന് പറയുന്നത്. സോ നമ്മൾ അതിന്റെ ഡെഫിനിഷൻ എഴുതുമ്പോൾ ദേ ആർ ഇൻഫോൾഡിങ്സ് ഓഫ്, ഇൻഫോൾഡിങ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ, അകത്തോട്ടുള്ള ഈ ഒരു മടുക്കിനെയാണ് ഇൻഫോൾഡിങ്സ് ഓഫ് സെൽ മെംബ്രെയിൻ. സീനിൻ ഏതിലാ കാണുന്നത്? സീനിൻ യൂക്കാരിയോട്ട് ഓർ പ്രോകാരിയോട്ട്? പ്രോകാരിയോട്ട്. യെസ്, പ്രോകാരിയോട്ടിൽ കാണുന്ന സെൽ മെംബ്രെയിൻ്റെ ഇൻഫോൾഡിങ്സിനെയാണ് മീസോസോംസ് എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ പല ഷേപ്പിലുണ്ടാവും. ദേ മേ ബി ഇൻ വെസിക്കുലാർ, ട്യൂബുലാർ ഓർ ലാമെല്ലാർ ഇൻ ഷേപ്പ്. ഇതിലേതെങ്കിലും ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയെന്നാണ്. സോ ഇതാണ് എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് എനി 2 ഫങ്ഷൻസ് എന്നാണ് പറയുന്നത്. നമ്മളൊരു 4 ഫങ്ഷൻസ് എങ്കിലും പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് എക്സാമിന് ഏതെങ്കിലും 2 ഓർമ്മ ഉണ്ടാവും. സോ ഫസ്റ്റ് വൺ പറയുന്നത് ദേ ഹെൽപ്സ് ഇൻ സെൽ വോൾ ഫോർമേഷൻ. സെൽ വോൾ ഫോർമേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം പ്രോകാരിയോട്ട് എന്ന് പറയുമ്പോൾ ബാക്ടീരിയയൊക്കെയാണ്. ഈ ബാക്ടീരിയയ്ക്ക് പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറമെ സെൽ വോളൊക്കെ ഉണ്ട്. സോ സെൽ വോൾ ഫോർമേഷന് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ മീസോസോംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെൽ ഡിവിഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദേ ഹെൽപ്സ് ഇൻ സെൽ വോൾ ഫോർമേഷൻ, സെൽ ഡിവിഷൻ, അതുപോലെ തന്നെ റെസ്പിറേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. സെൽ വോൾ ഫോർമേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സെൽ ഡിവിഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, റെസ്പിറേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പോയിന്റ് കൂടെ നോക്കി വെക്കുക. ദേ ഓൾസോ ഹെൽപ്സ് ഇൻ DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷനും ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എക്സാമിന് ചോദിച്ചിരിക്കുന്നത് ഏതെങ്കിലും 2 ഫംഗ്ഷനാണ്. അപ്പോൾ നിങ്ങൾ ഇത് നോക്കുക, ഏതെങ്കിലും എളുപ്പമായിട്ടുള്ള 2 കാര്യങ്ങൾ പഠിച്ചു വെക്കുക. സെൽ വോൾ ഫോർമേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സെൽ ഡിവിഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, റെസ്പിറേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, DNA റെപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ മീസോസോംസ് എന്താണെന്ന് മനസ്സിലായല്ലോ. 2021 നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചത് കണ്ടിട്ടുണ്ട്. ടോട്ടൽ 6 മാർക്കിന് ചോദിച്ചത് കണ്ടു. നമ്മൾ 3ന്റെ ആൻസർ നോക്കിയിട്ടുണ്ട് അല്ലേ. പ്ലാസ്മ മെംബ്രെയിൻ്റെ നോക്കി, മൈറ്റോകോൺട്രിയൻ്റെ നോക്കി, മീസോസോംസിൻ്റെ നോക്കി. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഈ 26ൽ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചോദിക്കുക. അപ്പോൾ ഇതുപോലെ ആൻസർ ചെയ്യാൻ പഠിക്കുക. നിങ്ങൾക്ക് അതുപോലെ ഡയഗ്രാംസ് ഒക്കെ സൈഡിൽ വരക്കാൻ പറ്റുകയാണെങ്കിൽ ഇതുപോലെ വരച്ച് വെക്കുക. ഇതൊന്നും വലിയ പാടുള്ള പണിയല്ല. സോ ഡയഗ്രാംസ് ഒക്കെ കാണുമ്പോൾ ഇതൊന്നും ഫുള്ള് വായിക്കുക പോലും അവരുണ്ടാവില്ല. കുട്ടിക്ക് കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മാർക്കൊക്കെ തരും. ഓക്കെ, ആ പോയിന്റൊക്കെ എക്സാം എഴുതുമ്പോൾ ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, ഇനി 2022 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചാപ്റ്ററിന് ചോദിച്ചിരിക്കുന്നത് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം ഓഫ് മൈറ്റോകോൺട്രിയ. ഓക്കെ, അതിൽ ഫസ്റ്റ് ഐഡന്റിഫൈ ആൻഡ് ലാബൽ പാർട്ട് എ ആൻഡ് ബി. പാർട്ട് എ ആൻഡ് ബി ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ദെൻ വൈ മൈറ്റോകോൺട്രിയ ഈസ് നോൺ ആസ് ദി പവർ ഹൗസ് ഓഫ് ദി സെൽ. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെയാണ്. ഓക്കെ, നമുക്ക് മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചർ നോക്കാം. എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്, സിമ്പിൾ കാര്യമാണ് കേട്ടോ. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ഈ മൈറ്റോകോൺട്രിയൻ്റെ വരക്കുകയാണെങ്കിൽ നോക്കുക, നമ്മുടെ ബുക്കിലുള്ള ഡയഗ്രാംസ് നിങ്ങൾ നോക്കി പോകണം. കാരണം എക്സാംസിന് ചോദിക്കുമ്പോൾ എപ്പോഴും ബുക്കിലുള്ള സെയിം ഡയഗ്രാം തന്നെയായിരിക്കും ചോദിക്കുക. ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരച്ചതാണ്. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് ഒരു ഡബിൾ മെംബ്രെയിനസ് ആയിട്ടുള്ള സെൽ ഓർഗനലാണ്. ഇതിന് ഔട്ടർ മെംബ്രെയിൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഇന്നർ മെംബ്രെയിൻ ഉണ്ടാവും. ഇതാ ഇങ്ങനെ നോക്കണേ. ഇതിൽ ഈ ഗ്രീൻ കളറിൽ ഞാൻ വരച്ചിരിക്കുന്ന ഔട്ടർ മെംബ്രെയിനും റെഡ് കളറിൽ വരച്ചിരിക്കുന്നത് ഇന്നർ മെംബ്രെയിനും ആണ്.
ഓക്കെ, അപ്പോൾ ഇത് നോക്കി വെക്കുക. ഇത് ഈ പറയുന്നതാണ് ഔട്ടർ മെംബ്രെയിൻ. ഇത് അടയാളപ്പെടുത്താൻ ചോദിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് ഇന്നർ മെംബ്രെയിൻ. ഇനി നോക്കുക, ഈ ഇന്നർ മെംബ്രെയിൻ നമ്മുടെ മൈറ്റോകോൺട്രിയയുടെ അകത്തോട്ട് കാണിക്കുന്ന ഈ നമ്മുടെ വിരൽ പോലെയുള്ള ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെ പറയുന്ന പേരാണ് ക്രിസ്റ്റേ എന്ന് പറയും. എന്താ? ക്രിസ്റ്റേ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതാണ് എക്സാമിന് ചോദിക്കുന്നത്. ക്രിസ്റ്റേ. സോ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ present in the inner membrane of mitochondria is called cristae. ഓക്കെ, ഈ ക്രിസ്റ്റേ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നോക്കുക, ഇതിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നോക്കുക, ഇതിൻ്റെ ലെങ്തും ഈ ഔട്ടർ മെംബ്രെയിൻ്റെ ഇന്നർ മെംബ്രെയിൻ്റെ ലെങ്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നർ മെംബ്രെയിൻ ആയിരിക്കും വലിച്ചു നീട്ടുമ്പോൾ ലെങ്ത് കൂടുതൽ ഉണ്ടാവുക, ബിക്കോസ് അവരിങ്ങനെ ചുരുണ്ട് കിടക്കുന്നത് കൊണ്ട്. സോ ഈ ഇൻഫോൾഡിങ് ആയിട്ടുള്ള ക്രിസ്റ്റേ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? സർഫസ് ഏരിയ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഈ ഇന്നർ പോർഷനെ പറയുന്ന പേരാണ്, ഇതിൻ്റെ അകത്ത് ഇവരുടേതായിട്ടുള്ള DNA ഉണ്ടാവും, RNA ഉണ്ടാവും, പ്രോട്ടീൻസ് ഉണ്ടാവും, എല്ലാ സംഭവങ്ങളൊക്കെ എൻസൈംസ് ഒക്കെ ഉണ്ടാവും. ഈ ഇന്നർ കമ്പാർട്ട്മെന്റിനെ പറയുന്ന പേരാണ് മാട്രിക്സ് എന്ന് പറയും. ഈ ഇന്നർ കമ്പാർട്ട്മെന്റിനെ പറയുന്ന പേരാണ് മാട്രിക്സ്. സോ ഇതാണ് എക്സാമിന് ചോദിച്ചിരിക്കുന്നത്, എന്താണ് ക്രിസ്റ്റേ, എന്താണ് മാട്രിക്സ്. ഓക്കെ, സോ ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്, ദെൻ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെ പറയുന്ന പേരാണ് ക്രിസ്റ്റേ, ആൻഡ് ദ ഇന്നർ കമ്പാർട്ട്മെന്റ് ഓഫ് മൈറ്റോകോൺട്രിയ ഈസ് കോൾഡ് മാട്രിക്സ്. ഓക്കെ ആണല്ലോ, ഇതാണ് എക്സാമിന് ചോദിച്ചിരിക്കുന്ന, അടയാളപ്പെടുത്താൻ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ ബുക്കിലെ ഡയഗ്രാം നോക്കുക, ഇതാണ് A എന്ന് പറയുന്നത് മാട്രിക്സ് ആണ്, ഇന്നർ കമ്പാർട്ട്മെന്റ്. B എന്ന് പറയുന്നത് ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആണ്, അതേതാണ്? നമ്മുടെ ക്രിസ്റ്റേ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ മൈറ്റോകോൺട്രിയ ഈസ് നോൺ ആസ് ദി പവർ ഹൗസ് ഓഫ് ദി സെൽ. 2021 ചോദിച്ചിരിക്കുന്ന അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ പറയാം എന്തുകൊണ്ടാണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ സൈറ്റ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ ദാറ്റ് പ്രൊഡ്യൂസ് ATP. ATP is the energy currency of the cell, or ATP is used as energy for all cellular activities. അതുകൊണ്ടാണ് മൈറ്റോകോൺട്രിയനെ പവർ ഹൗസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് 2022 ചോദിച്ചിരിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ലിസ്റ്റ് എനി 2 ഫങ്ഷൻസ് ഓഫ് സെൽ വോൾ. സെൽ വോളിന്റെ ഏതെങ്കിലും 2 ഫങ്ഷൻസ് പറയാം. സിമ്പിൾ കാര്യമാണ്, നമുക്ക് ജസ്റ്റ് ഫങ്ഷൻസ് മാത്രം നോക്കി പോവാം. സെൽ വോളിന്റെ ഫങ്ഷൻസ് നോക്കാം. സിമ്പിളാണ്. ഓക്കെ, നമ്മൾ സെൽ മെംബ്രെയിൻ പഠിച്ച പോലെ തന്നെ സെൽ വോളും സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ്. നമുക്കറിയാം, ഒരു പ്ലാസ്മ മെംബ്രെയിൻ, ഒരു സെൽ മെംബ്രെയിൻ ഉണ്ടാവും. ഈ സെൽ മെംബ്രെയിനെ കവർ ചെയ്തുകൊണ്ടിട്ടുള്ളതാണ് ഇത് സെൽ വോൾ എന്ന് പറയുന്നത്. അതിനും ചുറ്റും കൂടിയുള്ള കുറച്ചുകൂടി റിജിഡ് ആയിട്ടുള്ള നമ്മുടെ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഈ സെൽ വോൾ എന്ന് പറയുന്നത്. സെൽ മെംബ്രെയിൻ്റെ പുറത്ത് കാണുന്ന ഒരു സ്ട്രക്ചറാണ് സെൽ വോൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് കുറേ ഫങ്ഷൻസ് ഉണ്ട്. സിമ്പിളാണ്. ഒന്ന്, നമ്മുടെ സെൽ മെംബ്രെയിൻ പറഞ്ഞ പോലെ തന്നെ ദേ ഹെൽപ്സ് ഇൻ പ്രൊട്ടക്ഷൻ. നമുക്കറിയാം, ബിക്കോസ് ഇത് പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്, അപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ എഴുതുക. സെക്കൻഡ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ് എ പർട്ടിക്കുലർ ഷേപ്പ് ടു ദി സെൽ. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ് എ ഷേപ്പ്, ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സെല്ലിന് ഒരു പർട്ടിക്കുലർ ഷേപ്പ് കൊടുക്കുന്നത് ഈ സെൽ വോളാണ്. കാരണം ഇതൊരു മതിൽ പോലെ ഇങ്ങനെ വോള് പോലെ കെട്ടിയിട്ടുണ്ടാവും, അപ്പം സെല്ലിനൊരു കറക്റ്റ് ഷേപ്പ് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഇവരെന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സെൽ ടു സെൽ ഇൻട്രാക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ സെൽ വോളിൻ്റെ ഈ 3 ഫംഗ്ഷൻസ് നോക്കി വെക്കുക. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, എക്സാം ആയതുകൊണ്ട് നിങ്ങൾ പോയിന്റ് വൈസ് ആയിട്ട് മാത്രം പഠിച്ചാൽ മതി. സോ സെൽ വോളിൻ്റെ 3 ഫംഗ്ഷൻസ് നോക്കുക. ഒന്ന്, പ്രൊട്ടക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ഷേപ്പ്, ഇത് ഒരു പർട്ടിക്കുലർ ഷേപ്പിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെൽ ടു സെൽ ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്ലാസ്മോഡെസ്മാറ്റയൊക്കെ പഠിച്ചിട്ടുണ്ട്. പ്ലാന്റ് സെല്ലിൽ ഒരു സെല്ലും മറ്റൊരു സെല്ലും വഴിയുള്ള കണക്ഷനൊക്കെ, അതിനൊക്കെ ഈ സെൽ വോളാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, നിങ്ങൾ ജസ്റ്റ് ഒരു 3 ഫംഗ്ഷൻസ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 2022 ഈ 2 കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, ഇനി നമുക്ക് 2023 നോക്കാം. 23 ഏതൊക്കെയാണ് ഈ ചാപ്റ്ററിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഫസ്റ്റ് ഇതാ ചോദിച്ചിരിക്കുന്ന 1 മാർക്കിന് വാട്ട് ഈസ് SCR. SCRൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. സിമ്പിളാണ്, പക്ഷെ നമുക്ക് എന്തായാലും SCRനെ കുറിച്ച് പഠിക്കുമ്പോൾ ER എന്താണെന്നും RER എന്താണെന്നും ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കേണ്ടത് ആദ്യത്തെ പോർഷനാണ് ER.
ER എന്ന് പറയുമ്പോൾ നമുക്കറിയാം എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഭാഗത്ത് നിന്ന് എക്സാമിന് ചോദിക്കുന്നുണ്ട്. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്താണ്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം നമുക്കറിയാം. നമ്മുടെ ഒരു സെല്ല് എടുത്ത് നോക്കുകയാണെങ്കിൽ സെല്ലിൻ്റെ സെൻട്രൽ പോർഷനിൽ എന്തുണ്ടാവും? ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ഈ ന്യൂക്ലിയസിൻ്റെ മെംബ്രെയിനുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെയുള്ള ഒരു ട്യൂബുലാർ സ്ട്രക്ചേഴ്സിനെയാണ് എന്ത് പറയുന്നത്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയസുമായിട്ട് കണക്ട് ചെയ്തിട്ട് സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ട്യൂബുലാർ സ്ട്രക്ചർ പ്രസന്റ് ഇൻ ദി മെംബ്രെയിനസ് ആയിട്ടുള്ള ട്യൂബുലാർ സ്ട്രക്ചർ പ്രസന്റ് ഇൻ ദി സൈറ്റോപ്ലാസം ഈസ് കോൾഡ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറയും. ഓക്കെ, ഒരു നെറ്റ്വർക്ക് ഓഫ് ട്യൂബുലാർ സ്ട്രക്ചർ ആണ്. കുറേ ഗ്രൂപ്പായിട്ട് ട്യൂബുലാർ സ്ട്രക്ചർ ഇങ്ങനെ ഇവിടെ കിടന്നിട്ടുണ്ടാവും. നോക്കുക, ഈ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം 2 ടൈപ്പ് ഉണ്ട്. ശ്രദ്ധിക്കണേ, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം 2 ടൈപ്പ് ഉണ്ട്. ഇതാണ് ഒരെണ്ണം, വേറൊരെണ്ണം ഇതാണ്. രണ്ടും സെയിം ആണ്. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഒന്നിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ ഒരു സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ഈ റെഡ് കളറിൽ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് റൈബോസോംസ് എന്ന് പറയും. അപ്പോൾ ഇതിനാണ് റൈബോസോംസ് എന്ന് പറയുന്നത്. സോ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് റൈബോസോംസ് ഉള്ളവയും പിന്നെ ഒന്ന് റൈബോസോം ഇല്ലാത്തതും. ഈ റൈബോസോം ഇല്ലാത്തവരുടെ സർഫസ് എങ്ങനെയാണ്? സ്മൂത്ത് ആണല്ലോ. സോ ഇവരെ പറയുന്ന പേരാണ് SER എന്ന് പറയും. അതായത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. സ്മൂത്ത് ആണെങ്കിൽ അവരെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്നും, റൈബോസോം ഉണ്ടെങ്കിൽ അവരെ പറയുന്ന പേരാണ് RER. ദേ ആർ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. മനസ്സിലായല്ലോ? സിമ്പിളാണ്. SER എന്ന് പറയുമ്പോൾ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലവും RER എന്ന് പറയുമ്പോൾ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമാണ്. ഇനി ഇതിൻ്റെ ഫങ്ഷൻസ് കൂടെ നോട്ട് ചെയ്ത് വെക്കുക. സിമ്പിളാണ്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്, ഇവിടെ എന്തുണ്ട്? റൈബോസോംസ് ഉണ്ട്. റൈബോസോംസിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താ? പ്രോട്ടീൻ സിന്തസിസ്. സോ RERൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ദേ ഹെൽപ്സ് ഇൻ വാട്ട്? പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫംഗ്ഷൻസും കൂടി നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി SER ആണെങ്കിൽ റൈബോസോംസ് ഇല്ലാത്തവയാണ്. ദേ ഹെൽപ്സ് ഇൻ ലിപ്പിഡ് സിന്തസിസ്. സോ ഇത് നോട്ട് ചെയ്ത് വെക്കുക. 2 ടൈപ്പ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഉണ്ട്. SER സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലവും RER റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലവും. സ്മൂത്ത് ആണെങ്കിൽ അവരിൽ റൈബോസോംസ് ആബ്സെൻ്റ് ആയിരിക്കും. റഫ് ആണെങ്കിൽ അവിടെ റൈബോസോംസ് പ്രസൻ്റ് ആയിരിക്കും. ഇതിൻ്റെ ഫംഗ്ഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. എക്സാമിന് ചോദിച്ചത് ആകെ SERൻ്റെ ഫുൾ ഫോം മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ കാര്യങ്ങൾ കൂടെ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇതുപോലെ തന്നെ 2022 ചോദിച്ചിരിക്കുന്ന വേറൊരു ചോദ്യമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണേ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ടേംസ് ഗിവൺ ബിലോ. അതായത് പ്ലാസ്റ്റിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ചോദിച്ചത്. ഈ ടൈപ്പ് ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, പ്ലാസ്റ്റിഡ്സ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, ഏതൊക്കെയാണ് അതൊക്കെ നമുക്കിത് നോക്കാം. സിമ്പിളായിട്ട് നോക്കാം. സിമ്പിളായിട്ട് പ്ലാസ്റ്റിഡ്സിൻ്റെ നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാസ്റ്റിഡ്സ് നോക്കുക. പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ് സെല്ലിലും അതുപോലെ പ്രോട്ടിസ്റ്റേ ആയിട്ടുള്ള യൂഗ്ലിനോയിഡ്സിലൊക്കെ കാണുന്ന ഒരു സെൽ ഓർഗനലാണ് പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. ഈ പ്ലാസ്റ്റിഡ്സ് അവരിൽ കാണുന്ന പിഗ്മെൻസിനനുസരിച്ചിട്ട് 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോക്കണേ, അതിൽ ഫസ്റ്റ് ഒന്നാണ് ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്രോമോപ്ലാസ്റ്റ്. ഞാൻ എഴുതുന്ന കളറും കൂടെ ശ്രദ്ധിക്കണം നിങ്ങൾ. ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്. Last one is the leucoplast. Okay, so 3 ടൈപ്പ് ഉണ്ട്. പ്ലാസ്റ്റിഡ്സ് ആർ 3 ടൈപ്പ്. ദേ ആർ ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. നോക്കുക, ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഇവരിൽ കാണുന്ന പിഗ്മെന്റ്സ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ ആണ്. മെയിനായിട്ട് ക്ലോറോഫിൽ പ്ലസ് കരോട്ടിനോയിഡ്സും ഉണ്ടാവും. കരോട്ടിനോയിഡ്സ് എന്ന് പറയുമ്പോൾ കളറുള്ള പിഗ്മെൻറ്റ്സ് ആണ്. സോ ക്ലോറോഫിലും കരോട്ടിനോയിഡ്സും ഉണ്ടാവും. ആൻഡ് ദേ ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിനാണ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത്. സൺലൈറ്റിനെ കാണിച്ചിരിക്കുന്നത് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ടാണ്. സോ ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അവരിൽ കാണുന്ന പിഗ്മെൻറ്റ്സ് ആണ് ഇതൊക്കെ? ക്ലോറോഫിൽ ആൻഡ് കരോട്ടിനോയിഡ്സ്. ഇനി ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവരിൽ കരോട്ടിനോയിഡ്സ് പിഗ്മെൻറ്റ് മാത്രമേ കാണത്തുള്ളൂ. കരോട്ടിനോയിഡ്സ് അതായത് കരോട്ടീൻ ഏതൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാൽ കരോട്ടീൻ,
സാന്തോഫിൽ, ഇങ്ങനെയുള്ള കുറേ പിഗ്മെൻറ്റ്സ് ആണ് ഇതുപോലെയുള്ള കുറേ പിഗ്മെൻറ്റ്സ് ആണ് കാണുക. ആൻഡ് ദേ ഗീവ് പെർട്ടിക്കുലർ കളർ ടു ദി പ്ലാന്റ്സിന് കളർ കൊടുക്കുന്നത് ഈ ക്രോമോപ്ലാസ് ആണ്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഫ്ലവറിൻ്റെയൊക്കെ കളറ്, അതുപോലെ തന്നെ മറ്റേ ക്യാരറ്റ്, ബീട്രൂട്ട്, ഇതിനൊക്കെ കളർ കൊടുക്കുന്നത് അവരിൽ കാണുന്ന ക്രോമോപ്ലാസ്റ്റ് ആണ്. ലാസ്റ്റ് പറയുന്നതാണ് ഇത് ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ദേ ആർ കോൾഡ് കളർലെസ് പ്ലാസ്റ്റിഡ്. കളർലെസ് പ്ലാസ്റ്റിഡ് എന്ന് പറയാൻ കാരണം എന്താ? പേര് തന്നെ ഉണ്ട്, കളർലെസ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തില്ല, ദേ ഡോണ്ട് ഹാവ് എനി പിഗ്മെൻറ്റ്. സോ പിഗ്മെൻറ്റിൻ്റെ ബേസിലാണ് 3 ടൈപ്പ് പ്ലാസ്റ്റിഡ്സ് ഉള്ളത്. ദേ ആർ ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ് ആൻഡ് ല്യൂക്കോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് ആണെങ്കിൽ അവരിൽ മെയിനായിട്ട് ക്ലോറോഫിൽ ഉണ്ടാവും, പ്ലസ് കരോട്ടിനോയിഡ് ഉണ്ടാവും. ദേ ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ്. ക്രോമോപ്ലാസ്റ്റ് ആണെങ്കിൽ അവർക്ക് കരോട്ടിനോയിഡ്സ് ആണ് ഉണ്ടാവുക. ദാറ്റ് മീൻസ് കരോട്ടിൻ, സാന്തോഫിലൊക്കെ ദേ ഗീവ് കളർ ടു ദി പ്ലാന്റ്. ലാസ്റ്റ് വൺ ആണ് ല്യൂക്കോപ്ലാസ്റ്റ്. അവർ കളർലെസ് പ്ലാസ്റ്റിഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോറേജ് ആണ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോറേജ് ആണ്. ഓക്കെ, ഇനി ഇവർ എന്തിനെയാണോ സ്റ്റോർ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഇവരെ 3ആയിട്ട്, നമ്മുടെ ല്യൂക്കോപ്ലാസ്റ്റിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതാണ് എക്സാമിന് ചോദിക്കുന്നത്. ല്യൂക്കോപ്ലാസ്റ്റ് ഏത് വസ്തുവാണോ സ്റ്റോർ ചെയ്യുന്നത്, എന്തിനെയാണോ സ്റ്റോർ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഇവരെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ദേ ആർ, ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അമൈലോപ്ലാസ്റ്റ്. നമുക്കറിയാം അമൈലോസ് എന്നൊക്കെ പറയാം. അമൈലോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് സ്റ്റോർ സ്റ്റാർച്ച് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ല്യൂക്കോപ്ലാസ്റ്റ് ആണ് ഇത് അമൈലോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റാർച്ച് നമ്മുടെ പൊട്ടാറ്റോയിലൊക്കെ കാണുന്ന, പൊട്ടാറ്റോ ഒക്കെ സ്റ്റാർച്ച് റിച്ച് ആണല്ലോ. സോ അതിലൊക്കെ കാണുന്ന പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് ഏതാണ്? അമൈലോപ്ലാസ്റ്റ് ആണ്. ദേ സ്റ്റോർ സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുന്ന ഇവരെയാണ് അമൈലോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എലയോപ്ലാസ്റ്റ്. എലയോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ, ഓക്കെ, എലയോപ്ലാസ്റ്റ് സ്റ്റോർ ചെയ്യുന്നത് ഓയിലാണ്. ഓയിൽ, അതുപോലെ തന്നെ ഫാറ്റ്, ഇവരൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണ്. ഇത് സ്റ്റോർ ചെയ്യുന്ന ല്യൂക്കോപ്ലാസ്റ്റ് ആണ് എലയോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ, ഈ എലയോ, ഈ ഓയിൽ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വായിക്കുമ്പോൾ ഒരു ഓയിലില്ല, അപ്പോൾ ഈ വേർഡിൽ നിന്ന് തന്നെ ഇത് ഏതാ സ്റ്റോർ ചെയ്യുന്നതെന്ന് പഠിക്കാൻ പറ്റും. ഇനി ഓക്കെ, അമൈലോപ്ലാസ്റ്റ്, അലിയോറോപ്ലാസ്റ്റ്, എലയോപ്ലാസ്റ്റ്. ലാസ്റ്റ് വൺ ഈസ് എല്യൂറോപ്ലാസ്റ്റ്. എല്യൂറോപ്ലാസ്റ്റ് പേര് തന്നെ ഉണ്ട്. എല്യൂറോൺ ലെയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സീഡിൽ പഠിച്ചിട്ടുണ്ട്. സോ എല്യൂറോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവർ സ്റ്റോർ ചെയ്യുന്നത് പ്രോട്ടീൻസ് ആണ്. ഇവർ സ്റ്റോർ ചെയ്യുന്ന ഏതാണ്? പ്രോട്ടീൻസ് ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വീണ്ടും എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ അടുത്ത വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പറയുമ്പോൾ മനസ്സിലാവും. സോ പ്ലാസ്റ്റിഡ്സ് 3 ടൈപ്പ് ഉണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും ക്ലോറോപ്ലാസ്റ്റ് ആണ് അറിയാം, പക്ഷേ 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് ആണെങ്കിൽ ഗ്രീൻ കളേർഡ് ആണ്, ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്രോമോപ്ലാസ്റ്റ് ആണെങ്കിൽ കളേർഡ് ആണ്, അവർ പ്ലാന്റ്സിന് കളർ കൊടുക്കുന്നു. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്ന കളർലെസ് ആണ്, അവർക്ക് ഒരു കളറും ഇല്ല, ബട്ട് ദേ ഹെൽപ്സ് ഇൻ സ്റ്റോറേജ്. എന്തിനെയാണോ സ്റ്റോർ ചെയ്യുന്നത് അതിനനുസരിച്ച് അവർ 3 ടൈപ്പ് ഉണ്ട്. സ്റ്റാർച്ച് ആണെങ്കിൽ അമൈലോപ്ലാസ്റ്റ്, ഓയിൽ ആണെങ്കിൽ എലയോപ്ലാസ്റ്റ്, പ്രോട്ടീൻ ആണെങ്കിൽ അല്യൂറോ. സിമ്പിളായിട്ട് ഇവിടെ ആൻസർ ചെയ്യാൻ പറ്റും. നോക്കാം, പ്ലാസ്റ്റിഡ്സ് 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ക്ലോറോഫിൽ ആൻഡ് കരോട്ടിനോടുള്ളത് ഏതാണ്? ക്ലോറോപ്ലാസ്റ്റ്. നെക്സ്റ്റ് കളർലെസ് പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് ഏതാണ്? കളർലെസ് പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. ഓക്കെ, ഇതിൻ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യുന്നത് ഏതാണ്? ഈ ഇതിൻ്റെ സബ് ഡിവിഷനാണ്. കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യുന്നത് ഏതാണ്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാർച്ച് ഒക്കെ ഇതാ അമൈലോപ്ലാസ്റ്റ് ആണ്. എലയോപ്ലാസ്റ്റ് ഓയിൽ നമുക്കറിയാം. പ്രോട്ടീൻ ആണെങ്കിൽ അല്യൂറോപ്ലാസ്റ്റ് ആണ്. അപ്പോൾ ഇതിന്ന് തന്നെ നമുക്ക് 3 എഴുതാൻ പറ്റും. എല്ലാറ്റിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. സിമ്പിളാണ്, ഇത് പഠിച്ചു. ഇനി നമുക്ക് 2024 ഏതൊക്കെയാണ് ചോദിച്ചതെന്ന് നോക്കാം. സിമ്പിൾ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ സെൽ ഓർഗനൽ ഈസ് നോട്ട് കവേർഡ് ബൈ എ മെംബ്രെയിൻ. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻസർ റൈബോസോംസ് ആണ്. ബിക്കോസ് റൈബോസോംസ് ആണ് മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്യാത്ത ഒരു സെൽ ഓർഗനൽ. മറ്റ് നമ്മുടെ ഗോൾജി ബോഡീസ് ആണെങ്കിലും എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ആണെങ്കിലും വാക്യൂൾസ് ആണെങ്കിലും ഇവർക്ക് മെംബ്രെയിൻ കൊണ്ടുള്ള കവറിങ് ഉണ്ട്. ഈ റൈബോസോംസിന് മെംബ്രെയിൻ കൊണ്ടുള്ള കവറിങ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഏതിൽ കാണുന്നത്? പ്രോകാരിയോട്ടിലും കാണുന്നുണ്ട്, യുക്കാരിയോട്ടിലും കാണുന്നുണ്ട്. ഈ പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിൽ മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിട്ടുള്ളവർ ആബ്സെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്രോകാരിയോട്ടിൽ വേറെ ഒന്നും കാണില്ല. വാക്യൂൾ, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾജി ബോഡീസ് ഇവരൊന്നും കാണില്ല. അവിടെ ഏതാണ് കാണുന്നത്? റൈബോസോംസ് ഒക്കെയാണ് കാണുന്നത്.
ഓക്കെ, യൂക്കാരിയോട്ടിൽ അങ്ങനെയല്ല. യൂക്കാരിയോട്ടിൽ മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തതും കാണും, കവർ ചെയ്യാത്തതും കാണും. സോ റൈബോസോംസ് 2 ജീവികളിലുണ്ട്. പ്രൊകാരിയോട്ടിക് സെൽസിലുണ്ട്, യൂക്കാരിയോട്ടിക് സെൽസിലുണ്ട്. മനസ്സിലാക്കണേ. സോ ഇവിടെ നോക്കുക, മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്യാത്ത ഏതാണെന്നാണ് ചോദിച്ചത്. കവർ ചെയ്യാത്തത് റൈബോസോംസ് ആണ്. ഇനി അതുപോലെ തന്നെ 2024 ചോദിച്ചത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലാവും. നോക്ക്, 3 മാർക്കിന് ചോദിച്ചതാ. ല്യൂക്കോപ്ലാസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്പ് ബേസ്ഡ് ഓൺ ദി സ്റ്റോർഡ് ഫുഡ്. നമ്മൾ പറയാം ല്യൂക്കോപ്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ദേ ആർ, ഇതാ ഇവിടെ തന്നെ ഉണ്ട്, മാറ്റിയിട്ടില്ല. കളർലെസ് ആയിട്ടുള്ള പ്ലാസ്റ്റിഡ് ആണ്. ഏതിനെയാണ് സ്റ്റോർ ചെയ്യുന്നത് അതിനനുസരിച്ച് 3 ടൈപ്പ് ആക്കിയിട്ടുണ്ട്. അമൈലോപ്ലാസ്റ്റ്, എലയോപ്ലാസ്റ്റ്, അലിയൂറോംപ്ലാസ്റ്റ്. ഇത് അടുത്ത ചോദ്യം. റൈറ്റ് ദ നെയിം ഓഫ് സ്റ്റോർഡ് ഫുഡ് ഇൻ പ്രസന്റ് ഇൻ ദം. ഒന്നിലാണെങ്കിൽ സ്റ്റാർച്ച്, പിന്നൊന്നിലാണ് ഓയിൽ, പിന്നൊന്നിലാണെങ്കിൽ പ്രോട്ടീൻ. സോ ഇവിടെ 3ഉം ല്യൂക്കോപ്ലാസ്റ്റിന്റെ 3 ടൈപ്പ് പ്ലാസ്റ്റിഡ്സ് എഴുതുക. എന്നിട്ട് അതിന്റെ ഏതാ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫുഡ് എന്ന് എഴുതുക. സിമ്പിൾ അല്ലേ? കണ്ട, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2023 ചോദിച്ചു, 2024 അത് തന്നെ ചോദിച്ചു. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന മക്കളെ, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി പഠിക്കുക തന്നെ വേണം. എന്നിട്ട് അതൊക്കെ പെട്ടെന്ന് നല്ല രീതിയിലും എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മളിനി ലാസ്റ്റ് 2025 നോക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് 2025 ചോദിച്ചിരിക്കുന്നത് നോക്കാം. ലാസ്റ്റ് ഇയർ ചോദിച്ചത് നോക്കാം. An accepted model of structure of the cell membrane was proposed by Singer and Nicholson. Name the model. List the 2 major biomolecule which is this membrane is composed of. State one function of this membrane. സിമ്പിൾ കാര്യമാണ്. പ്ലാസ്മ മെംബ്രെയിനെ കുറിച്ച് എപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്ലാസ്മ മെംബ്രെയിനെ കുറിച്ചാണ്. ഈ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ സെൽ മെംബ്രെയിൻ, ഇതിനെ ഒരുപാട് മോഡൽസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറയുന്നത്. സോ ഏതാ മോഡൽ എന്ന് ചോദിച്ചു. ആ മോഡലിൻ്റെ പേരാണ് ഏത്? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഇത് പ്രപ്പോസ് ചെയ്ത ആരായിരുന്നു? ഇത് പ്രപ്പോസ് ചെയ്ത 2 സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് സിംഗർ ആൻഡ് നിക്കൾസൺ. സിംഗർ ആൻഡ് നിക്കൾസൺ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന മോഡലാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അക്കോർഡിംഗ് ടു ദിസ് മോഡൽ എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ ഈസ് മേഡ് അപ്പ് ഓഫ് 2 മോളിക്യൂൾ. ദേ ആർ ഏതൊക്കെയാ? പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ് മോളിക്യൂൾ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഏകദേശം കിട്ടി. എന്താണ് മോഡലിൻ്റെ പേര്? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ആരാ പ്രപ്പോസ് ചെയ്തതെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഉണ്ട്, സിംഗർ ആൻഡ് നിക്കൾസൺ. ആൻഡ് വാട്ട് ആർ ദ മേജർ ബയോമോളിക്യൂൾ ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ്? ദേ ആർ പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ്. ഇത് ഈ മോഡൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാ, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് 2 മോളിക്യൂൾസ് കൊണ്ടാണ്. ഏതൊക്കെ? പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ്. ഇതാ ഈ വരക്കുന്നത് ലിപ്പിഡാണ്. സോ ദ മോഡൽ സ്റ്റേറ്റ് ദാറ്റ് പ്ലാസ്മ മെംബ്രെയിൻ ഈസ് മേഡ് അപ്പ് ഓഫ് ബൈലെയർ ഓഫ് ലിപ്പിഡ് മോളിക്യൂൾ. ഇത് ലിപ്പിഡിൻ്റെ ഒരു ലെയർ, ഇത് വേറൊരു ലെയർ. ആൻഡ് പ്രോട്ടീൻ മോളിക്യൂൾസ് ആർ സ്കാറ്റേർഡ് ഇൻ ബിറ്റ്വീൻ ദി ലിപ്പിഡ് ബൈലെയർ. ഈ ലിപ്പിഡ് ബൈലെയറിൻ്റെ മുകളിലും താഴെയൊക്കെ ആയിട്ട് പ്രോട്ടീൻ മോളിക്യൂൾസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടന്നിട്ടുണ്ടാവും. ഇതാണ് എന്ത് പറയുന്നത്? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ പ്രോട്ടീൻ മോളിക്യൂൾ, ഇവിടെ എക്സ്റ്റീരിയർ പ്രോട്ടീൻ ഉണ്ടാവും, ഇൻ്റഗ്രൽ പ്രോട്ടീൻ ഉണ്ടാവും, അങ്ങനെ കുറേ പ്രോട്ടീൻസ് ഉണ്ടാവും. സോ ഈ മോഡൽ പറയുന്നതെന്ന് വെച്ചാൽ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്രപ്പോസ്ഡ് ബൈ സിംഗർ ആൻഡ് നിക്കൾസൺ സ്റ്റേറ്റ് ദാറ്റ് പ്ലാസ്മ മെംബ്രെയിൻ ഈസ് മേഡ് അപ്പ് ഓഫ് ഡബിൾ ലെയർ ഓഫ് ലിപ്പിഡ് മോളിക്യൂൾ ഇൻ വിച്ച് പ്രോട്ടീൻസ് ആർ സ്കാറ്റേർഡ്. പ്രോട്ടീൻസ് ഇങ്ങനെ ചിതറിക്കിടക്കുന്നുണ്ട്. ഇതിന് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറയാൻ കാരണം, ഈ ഫ്ലൂയിഡ് എന്ന് പറയാൻ കാരണം ഇതിൽ ഈ പ്രോട്ടീൻസിനും ലിപ്പിഡ് മോളിക്യൂൾസിനും ഈ മെംബ്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൽ മൊസൈക്ക് എന്ന് പറയാൻ കാരണം കുറേ ലിപ്പിഡ്സിൻ്റെ ഇടയിൽ പ്രോട്ടീൻസ് ഇങ്ങനെ സ്കാറ്റേർഡ് ആയി കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പേര് വരാൻ കാരണം. സോ ഇനി നമുക്കിപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് വരികയാണെങ്കിൽ സിമ്പിളായിട്ട് നെയിം ദ മോഡൽ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. വാട്ട് ഈസ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ എഴുതുക. Plasma membrane is made up of double layer of lipid molecule in which proteins are scattered throughout. Okay. Then ഏതൊക്കെ മേജർ ബയോമോളിക്യൂൾസ് കൊണ്ടാണ്? They are made up of protein and lipid.
ഓൺ ഫംഗ്ഷൻ ഓഫ് ദി സെൽ മെംബ്രെയിൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. കുറേ ഫംഗ്ഷൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഫംഗ്ഷൻ ആദ്യം തന്നെ പ്രൊട്ടക്ഷൻ എഴുതിക്കോ, ദെൻ എന്താ സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പാസീവ് ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും ഇവിടെ കഴിഞ്ഞു. അടുത്തത് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തത് 2025 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇതിൽ സ്ട്രോമ, ഗ്രാന, ക്രിസ്റ്റേ, സ്ട്രോമ ലാമെല്ലെ. സിമ്പിളാണ്. നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ സ്ട്രോമ, ഗ്രാന, സ്ട്രോമ ലാമെല്ലെ ആർ ദി പാർട്ട് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ക്രിസ്റ്റേ ആർ ദി പാർട്ട് ഓഫ് മൈറ്റോകോൺട്രിയ. നമുക്കറിയാം, ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെക്കുക. ഈ നമ്മൾ മൈറ്റോകോൺട്രിയൻ്റെ സ്ട്രക്ചർ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ക്ലോറോപ്ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിൽ മെയിൻ ആയിട്ട് കാണുന്ന ക്ലോറോപ്ലാസ്റ്റ് നമ്മുടെ മൈറ്റോകോൺട്രിയ പോലെ തന്നെ ഡബിൾ മെംബ്രെയിനസ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഔട്ടർ മെംബ്രെയിൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഇന്നർ മെംബ്രെയിൻ ഉണ്ടാവും. ഞാൻ സിമ്പിളായിട്ട് വരക്കാണ് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ കാണുന്ന മെംബ്രെയിനസ് ആയിട്ടുള്ള കുറേ സാക്സ് ഉണ്ട്. ഇതിന് പറയുന്ന പേരാണ് തൈലക്കോയിഡ്സ് എന്ന് പറയും. തൈലക്കോയിഡ്സ് എന്ന് പറയും. ഈ തൈലക്കോയിഡ്സ് ഇങ്ങനെ കുറേ കോയിൻ അടുക്കി വെച്ചിരിക്കുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക ഇങ്ങനെ ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ ഈ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ഗ്രാന എന്ന് പറയുന്നത്. നമ്മൾ മൈറ്റോകോൺട്രിയയിൽ ഇന്നർ പോർഷൻ മാട്രിക്സ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഇന്നർ പോർഷനെ പറയുന്ന പേരാണ് സ്ട്രോമ. ഈ ഗ്രാനകൾ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ കുറേ നെറ്റ്വർക്ക് ഉണ്ടാവും. ഇതിനെ പറയുന്ന പേരാണ് സ്ട്രോമ ലാമെല്ലെ. സോ സിമ്പിളായിട്ട് ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, നിങ്ങൾ നോക്കി വെക്കുക. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഇപ്പം പോർഷൻസ് ആണ് ഇതൊക്കെ. ഇതിൻ്റെ അകത്ത് കാണുന്ന ഈ ഓരോ കോയിന് പോലെയുള്ള ഓരോ ഇൻഡിവിജ്വൽ സാക്കിനെ പറയുന്ന പേരാണ് തൈലക്കോയിഡ്. ഈ തൈലക്കോയിഡ്സിൻ്റെ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ഗ്രാന. ദെൻ ഈ ഗ്രാനുകൾ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ലാമെല്ലെ പോലെയുള്ള ഈ ട്യൂബ്യൂൾസിനെ പോലെയുള്ള സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സ്ട്രോമ ലാമെല്ലെ. ദെൻ ഇതിൻ്റെ ഇന്നർ പോർഷൻ മാട്രിക്സ്, ഇന്നർ പോർഷനെ പറയുന്ന പേരാണ് സ്ട്രോമ എന്ന് പറയും. ഓക്കെ അല്ലേ? സോ ഇതാണ് ക്ലോറോപ്ലാസ്റ്റിൻ്റെ പോർഷൻ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ 3 ക്ലോറോപ്ലാസ്റ്റിൻ്റെ പോർഷനാണ്. ഇതൊക്കെ സ്ട്രോമ, ഗ്രാന, സ്ട്രോമ ലാമെല്ലെ. നമുക്കറിയാം ക്രിസ്റ്റേ എന്താണെന്നറിയാം. ക്രിസ്റ്റേ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയയിൽ കാണുന്ന ഇന്നർ മെംബ്രെയിൻ്റെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെയാണ് ക്രിസ്റ്റേ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ആ കാര്യങ്ങൾ. അപ്പോൾ അത് എഴുതി വെച്ചാൽ മതി. ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ ഓഡ് വൺ എന്ന് പറയുന്നത് ക്രിസ്റ്റേ ആണ്. ബിക്കോസ് ഓൾ അതേഴ്സ് ആർ പാർട്ട് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ക്രിസ്റ്റേ ഇസ് ദ പാർട്ട് ഓഫ് മൈറ്റോകോൺട്രിയ. സിംപ്ലി അത്ര എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ക്രോമാറ്റിഡ്, ഫിംബ്രിയെ, കൈനറ്റോകോർ, സെൻട്രോമിയർ. ഇതിൽ ഏതാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നതെന്ന്. ഇതിൽ ക്രോമാറ്റിഡ്, കൈനറ്റോകോർ, സെൻട്രോമിയർ ആർ ദി പാർട്ട് ഓഫ് ക്രോമസോം ആണ്. നമ്മൾ ക്രോമസോമിന്റെ സ്ട്രക്ചർ വരക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വരച്ചു തരാം. ഇതിപ്പോൾ നമ്മളൊരു ക്രോമസോമാണ്. ഓക്കെ, ഇതിൽ ഈ പോർഷനെ പറയുന്ന പേരാണ് ക്രോമാറ്റിഡ്സ് എന്ന് പറയും. നമ്മൾ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഈ ക്രോമാറ്റിഡ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സെൻട്രൽ പോർഷനാണ് സെൻട്രോമിയർ എന്ന് പറയുന്നത്. ഈ സെൻട്രോമിയറിന്റെ 2 സൈഡിലായിട്ട് കാണുന്ന ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ട്. നമ്മുടെ സ്പിൻഡിൽ ഫൈബറൊക്കെ അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു പോർഷൻ ഉണ്ട്. ഇതിനെ പറയുന്ന പേരാണ് കൈനറ്റോകോർ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ക്രോമാറ്റിഡ്, സെൻട്രോമിയർ, കൈനറ്റോകോർ, ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്രോമാറ്റിഡ്, സെൻട്രോമിയർ, കൈനറ്റോകോർ ഇവരൊക്കെ ഏതിന്റെ പോർഷനാണ്? ക്രോമസോംസിന്റെ പാർട്ടാണ്. ഓക്കെ, ഈ ഫിംബ്രിയ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ടീരിയൽ സെല്ലിൽ കാണുന്നത്. ഇതിപ്പോൾ ഒരു ബാക്ടീരിയൽ സെൽ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കാണുന്ന ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് ഫിംബ്രിയ എന്ന് പറയുന്നത്. അതിന് ബാക്ടീരിയനെ അദർഷന് വേണ്ടിയിട്ട്, അദർഷൻ എന്ന് പറയുമ്പോൾ ഒട്ടിപ്പിടിക്കാനൊക്കെ, വേറൊരു സർഫസിൽ ഒട്ടിപ്പിടിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഫിംബ്രിയ എന്ന് പറയുന്നത്. സോ ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഫിംബ്രിയാണ്. ബിക്കോസ് ഫിംബ്രിയ ഇസ് ദി പാർട്ട് ഓഫ് ബാക്ടീരിയൽ സെൽ, ഓൾ അതേഴ്സ് ആർ ദി പാർട്ട് ഓഫ് ക്രോമസോം. സോ അങ്ങനെ എഴുതാം. അപ്പോൾ 2025 ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 5 വർഷത്തേതിൻ്റെ മൊത്തം നോക്കിയിട്ടുണ്ട്. സോ ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നല്ല റിപ്പീറ്റേഷനും ഉണ്ട്. നിങ്ങളപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക.
നല്ല രീതിയിൽ എക്സാം എഴുതാൻ പഠിക്കുക. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് പല കാര്യങ്ങളും, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ആ രീതിയിൽ തന്നെ ആൻസർ ചെയ്യാൻ പഠിക്കുക. 2 മാർക്കിനാണെങ്കിൽ അതിനൊപ്പിച്ചിട്ട് ആൻസർ എഴുതണം, 1 മാർക്കിനാണെങ്കിൽ അതുപോലെ തന്നെ. അല്ലാണ്ട് മാർക്ക് നോക്കാതെ സിമ്പിളായിട്ട് എഴുതി പോകരുത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഈ ചാപ്റ്ററിന് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഞാൻ എല്ലാ ചാപ്റ്ററിനും ഇതുപോലെ വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു ലൈക്കും കൂടെ തന്നെ കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യേ. താങ്ക്